ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. നിരന്തരം പരാതി മാത്രം പറയുന്ന ഒരു ശിഷ്യന് ഗുരു പകർന്നു നൽകിയ പാഠമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു പിടി ഉപ്പ് കലക്കിയ ശേഷം അത് കുടിക്കാൻ ശിഷ്യനോട് ആവശ്യപ്പെട്ടു. ഒരു തുള്ളി പോലും കുടിക്കാൻ അവനായില്ല, കാരണം അത്രയ്ക്ക് ഉപ്പ് കലർന്നിരുന്നു വെള്ളത്തിൽ. അവനെ കൂട്ടി ഗുരു തടാകത്തിനരികിലെത്തി ഒരു പിടി ഉപ്പ് തടാകത്തിലെ വെള്ളത്തിലിട്ടു. തടാകത്തിലെ വെള്ളം കുടിക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. അത് കുടിക്കാൻ അവന് യാതൊരു വിമ്മിഷ്ടവുമുണ്ടായിരുന്നില്ല. ഗുരു പറഞ്ഞത് ചെറിയ ഗ്ലാസ്സിലും തടാകത്തിലുമുള്ളത് വെള്ളം തന്നെയായിരുന്നു, പക്ഷേ ഒന്ന് ഇടുങ്ങിയതും മറ്റേത് വിശാലവുമാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യ മനസ്സും. മനസ്സ് സങ്കുചിതമാണെങ്കിൽ എന്തിനോടും പരിഭവിച്ച് എല്ലാറ്റിനുമെതിരെ പരാതി പറഞ്ഞ് വെറുതെ സമയം കളയുകയുള്ളൂ. ഹൃദയം വിശാലമാക്കിയവർ പ്രശ്നങ്ങളും പോരായ്മകളുമല്ല കാണുന്നത്. കഴിഞ്ഞ ദിവസം സുനിത വില്യംസിന്റെയും സഹയാത്രികനായ ബുച്ച് വിൽമോറിന്റെയും പത്രസമ്മേളനം കാണുകയായിരുന്നു. നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ നടത്തിയ ആ പത്രസമ്മേളനത്തിൽ ബഹിരാകാശ നിലയത്തിലെയും തിരിച്ചുമുള്ള യാത്രയിലെയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവരെത്രമാത്രം പോസിറ്റീവായിരുന്നു എന്ന് നോക്കണം. ആലോചിച്ചു നോക്കൂ. ഒരാഴ്ചയിലെ ഗവേഷണമെന്നും പറഞ്ഞ് ബഹിരാകാശത്തേക്ക് പോയി 286 ദിവസം നീണ്ട ബഹിരാകാശവാസത്തിനു ശേഷം തിരിച്ചെത്തി 12 ദിവസത്തെ ഫിസിക്കൽ ട്രെയിനിങ്ങും വ്യായാമ മുറകളുമൊക്കെ നടത്തി ഭൂമിയിലെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവന്ന് നടത്തിയ ആദ്യ പത്രസമ്മേളനമാണ്. എന്തുമാത്രം പ്രസാദാത്മകമായാണ് അവർ സംസാരിച്ചത്. ഇരുവരെയും വഹിച്ചുകൊണ്ട് ബഹിരാകാശ നിലയത്തിലെത്തിയ സ്റ്റാർ ലൈനറിന് തകരാറുണ്ടായതിനെ തുടർന്നാണ് ഇവർക്ക് പറഞ്ഞ സമയത്ത് തിരികെ ഭൂമിയിലേക്ക് വരാൻ കഴിയാതിരുന്നത്. അന്നു മുതൽ നമ്മൾ പറഞ്ഞത് ഇവർ ബഹിരാകാശത്ത് കുടുങ്ങി എന്നാണ്. അതായത് കുടുങ്ങി എന്ന നെഗറ്റീവ് പദമാണ് അതിന് ഉപയോഗിച്ചുകൊണ്ടേയിരുന്നത്. തിരികെ വരാൻ കഴിയുമോ, ആരോഗ്യം ക്ഷയിക്കുമോ, തിരികെ വന്നാലും പഴയതുപോലെ ജീവിക്കുമോ, ഇങ്ങനെ എന്തൊക്കെ നെഗറ്റിവിറ്റികളാണ് നമ്മൾ പടച്ചുവിട്ടത്. ഒരവസരത്തിൽ പോലും ഇത്തരം കുടുങ്ങൽ എന്ന വാക്ക് ഇരുവരും ഉപയോഗിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, സുനിത വില്യംസ് പറഞ്ഞ ഈ മറുപടി നമുക്ക് ഓരോരുത്തർക്കുമുള്ള വലിയ പ്രചോദനവുമാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക്. ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്ന് തോന്നിയാൽ നിരാശയുടെ പടുകുഴിയിലേക്ക് നിപതിക്കുന്നവരോട് സുനിത വില്യംസ് പറയുന്നു, ജീവിതം ഇങ്ങനെ വളവും തിരിവുമൊക്കെ നിറഞ്ഞതാണ്, ഋജുവായി മാത്രം പോകുന്ന ഒന്നല്ല എന്ന്. First and foremost, we were always coming back, and I think people need to know that, and we're back to actually, share our story with so many people, because, it's slightly unique, and there's some lessons learned to it, and part of that is just resilience and being able to take a turn that was unexpected and make the best of it. And I think that is the biggest thing that I want to pass down, particularly to kids who think that their life should be the straight arrow to what you want to do, and you're just going to get there. Well, sometimes it takes some turns, some rights and some lefts, and you just keep focused on your goal, and other doors might be open for you. So I think that's the biggest message. സഹയാത്രികനായ ബുച്ച് വിൽമോർ പറഞ്ഞതിൽ മനോഹരമായൊരു വാക്ക് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അത് ട്രസ്റ്റ് എന്ന പദമാണ്. വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്ന്. ഒരു പിഴവ് സംഭവിച്ചാൽ കൂടെയുള്ളവരെ പഴിക്കുന്നവർക്ക് പുനർവിചിന്തനം നൽകുന്ന വാക്കായിരുന്നു അത്. Responsibility with Boeing? Yes. Responsibility with NASA? Yes. All the way up and down the chain. We all are responsible. We all own this. And we are in this business. Trust. You cannot do this business without trust. You have to have ultimate trust. And for someone to step forward and these different organizations say, hey, I'm culpable for a part of that issue, that goes a long way to maintaining trust. So we're not going to look back and say this happened or that happened and that person or that issue or that entity is to blame. We're going to look forward and say, what are we going to use our lessons learned from this whole process and make sure that we are successful in the future. ബഹിരാകാശ നിലയത്തിൽ തുടരേണ്ടി വന്ന സമയങ്ങളിലെല്ലാം ഗവേഷണങ്ങൾ തുടരുകയായിരുന്നു എന്ന് ഇരുവരും പറഞ്ഞു. അസ്ഥിക്കും മസിലുകൾക്കും ഉണ്ടാകുമായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വ്യായാമം ചെയ്തു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശക്തനായി തോന്നിയത് ഈ ബഹിരാകാശ ജീവിതത്തിലായിരുന്നുവെന്നും വിൽമോർ വിശേഷിപ്പിക്കുകയുണ്ടായി. ഒരിക്കൽ പോലും നിരാശരായില്ല. മാത്രമല്ല, ലോകത്തിനുള്ള കരുതലിന് ഇരുവരും നന്ദി പറയുകയും ചെയ്തു. അതിനുമൊക്കെ അപ്പുറത്തേക്ക് സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിൽ വീണ്ടും പറക്കുമെന്നും കഴിഞ്ഞ യാത്രയിൽ നേരിട്ട പോരായ്മകൾ പരിഹരിക്കുമെന്നുമാണ് ഇരുവരും പ്രഖ്യാപിച്ചത്. നോക്കൂ, നിശ്ചയദാർഢ്യം. എല്ലാ പ്രചോദനങ്ങളും പോസിറ്റീവ് ആകില്ല.
എല്ലാ പ്രേരണകളും ഹൃദ്യവുമാകില്ല. തടസ്സമില്ലാത്ത വഴികളും യഥാസമയത്തുള്ള പിന്തുണയും ഒരു സാഹസികനും ജന്മം നൽകില്ല എന്നതാണ് ഇതിൽ നിന്നും നാം പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം. മാത്രമല്ല, ഹൃദയം വിശാലമാക്കിയവർ പ്രശ്നങ്ങളും പോരായ്മകളുമല്ല കാണുന്നത്.